ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങൾ പുതിയ ഫസ്റ്റ് ഇയറിലെ കുട്ടികളാണ് അല്ലേ? BBAയുടെ ഫസ്റ്റ് സെം ബാച്ചാണ് നിങ്ങൾ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്നെ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേരാണ് ആഭ ജോബ് എന്നാണ്. ആൻഡ് ഐ ആം യുവർ ക്ലാസ് ട്യൂട്ടർ കേട്ടോ. ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അറിയാമല്ലേ, നമ്മളിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളിങ്ങനെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ നമ്മൾ സെക്കൻഡ് ഇയേഴ്സിനും തേർഡ് ഇയേഴ്സിനൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഈ ഒരു തരത്തിലുള്ള ദിസ് മോഡ് ഓഫ് സ്റ്റഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവർ നന്നായി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സഹകരിച്ച് പോകുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ചല്ലേ, നിങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ +2 എക്സാമൊക്കെ എഴുതി വന്നിട്ടുള്ള കുട്ടികളാണ്. നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഞങ്ങളെക്കാൾ കൂടുതൽ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങൾ. അപ്പോൾ ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ സെൻറ്റ് ജോസഫ്സ് കുടുംബത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ എന്ത് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഡിഗ്രിയോടും നിങ്ങളൊരു പുതിയൊരു ചുവടുവെപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഡിഗ്രി അല്ലേ, 3 കൊല്ലം ഇനി നമ്മൾ എന്തായിരിക്കും, ഒന്നിച്ചായിരിക്കും കേട്ടോ. ദാറ്റ് ഈസ് നമ്മുടെ അതും പ്രത്യേകിച്ച് നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സൊക്കെ എടുത്ത് BBA എന്നുള്ള പ്രൊഫഷണൽ കോഴ്സൊക്കെ എടുത്ത് നിങ്ങൾ പഠിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, നല്ല കോഴ്സാണ്, ഒരു കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു പോകാവുന്ന കോഴ്സൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ മതിയില്ല എൻ്റെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ എൻ്റെ വീട് അയ്യന്തോൾ, അങ്ങനെ കുറച്ച് പെർട്ടിക്കുലേഴ്സൊക്കെ നമുക്ക് പിന്നീട് ദാറ്റ് ഈസ് ചെയ്യാം. അത്യാവശ്യം ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മുടെ മാനേജർ അച്ഛനും നമ്മുടെ ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ ജോസാറും ഒക്കെ തന്നു കാണും. ഈവൺ യു വിൽ ഗെറ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്ററുടെ കയ്യിൽ നിന്ന് കിട്ടിക്കാണും. HOD ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റർ രഞ്ജി സാറ്. HOD എന്ന് പറയുന്നത് മഞ്ജു മിസ്സാണ് നിങ്ങൾക്കൊരു സബ്ജക്റ്റ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോരെ. പിന്നെ നമുക്ക് പേഴ്സണലി ഒക്കെ ഇനി പരിചയപ്പെടാം. ഫോൺ വഴിയും കാര്യങ്ങളൊക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ മേക്ക് ആൻ ഇൻട്രാക്ഷൻ ഒക്കെ നമുക്ക് നടത്താം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേരുമ്പോൾ തന്നെ പ്രിൻസിപ്പൽ സാറ് പറഞ്ഞു തന്നിരിക്കും അല്ലേ, എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്കായി തന്നെ നമ്മുടെ എങ്ങനെയാണ് നിങ്ങളുടെ കോഴ്സും കാര്യങ്ങളും എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ശരിക്കും എനിക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ ദാറ്റ് ഈസ് 5 സബ്ജക്ട്സുകളാണുള്ളത് കേട്ടോ. 5 സബ്ജക്ട്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 2 ഇംഗ്ലീഷും 1 സെക്കൻഡ് ലാംഗ്വേജ്, മേ ബി ഹിന്ദി ആയിരിക്കാം, മേ ബി മലയാളം അല്ലേ. നിങ്ങൾ രണ്ടും എടുത്തവരുണ്ടായിരിക്കും, ഏതാണ് രണ്ടിലേതെങ്കിലും ചൂസ് ചെയ്ത് എടുത്തവരുണ്ടായിരിക്കാം. പിന്നെ നമ്മുടെ കോമേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ശരിക്കും വരുന്നത് ദർ ആർ 2 സബ്ജക്ട്സ് കേട്ടോ. 2 സബ്ജക്ട്സാണ് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ളത്. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഞാൻ എടുക്കുന്ന പേപ്പറിൻ്റെ പേരാണ് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസ്. ഇതാണ് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസസ് എന്നാണ്. അപ്പോൾ നമുക്ക് ഡിഗ്രിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സബ്ജക്ട്സുകളും അറിയുമ്പോൾ അതിൻ്റെ കോഡും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. എക്സാമിൻ്റെ പേപ്പറിലൊക്കെ ആൻസർ ഷീറ്റിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഈ കോഡും കൂടിയും എഴുതും. അപ്പോൾ അത് നമ്മളെപ്പോഴും കോഡും ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമ്മുടെ പേപ്പറിൻ്റെ കോഡാണ് BBA 1B01 കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് പതുക്കെയാണ്, ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് ഗ്രാസ്പ് ചെയ്ത് എഴുതിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അപ്പോൾ മനസ്സിലാക്കുക, ഒരു പേപ്പർ മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്നാണ്. നമുക്കിത് വീക്കിൽ 6 hours ഉള്ള പേപ്പറാണ്. ആൻഡ് സിമിലർ ടു ദാറ്റ് ഓഫ് യു ഹാവ് സ്റ്റഡീഡ് ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് എന്നങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളൊരു പേപ്പർ പഠിച്ചിരിക്കും കേട്ടോ +2. അപ്പോൾ അതേപോലെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിലുള്ളത്. ടെൻഷൻ അടിക്കേണ്ട പേപ്പറൊന്നുമല്ല. പിന്നെ നിങ്ങൾക്കുള്ള പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BBA 1C01 ദാറ്റ് ഈസ് മാനേജറിയൽ എക്കണോമിക്സ് കേട്ടോ. അതാണ് നമ്മുടെ HOD ആയിട്ടുള്ള മഞ്ജു മിസ്സും എനിക്ക് തോന്നുന്നു 2-3 പേര് ഷെയർ ചെയ്തിട്ടായിരിക്കും മേ ബി ആ പേപ്പർ എടുക്കുന്നുണ്ടായിരിക്കുക. ഐ തിങ്ക് മേ ബി സജിത മിസ്സും പിന്നെ പ്രീതി മിസ്സും അവർ ചേർന്നിട്ടായിരിക്കും ആ പേപ്പർ എടുക്കേണ്ടാവുക. എന്തായാലും നമ്മുടെ ഈ മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസ് ഞാൻ തന്നെയാണ് ഫുള്ളി ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഇതിൽ. ഇപ്പോൾ മാർക്കിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ 80 മാർക്സ് എക്സ്റ്റേണലും 20 മാർക്സ് ഇൻറ്റേർണൽ മാർക്കുമാണ്. അപ്പോൾ ഇൻറ്റേർണലിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യേകതയ്ക്ക് അനുസരിച്ചിട്ട് നമുക്കൊരു അസൈൻമെൻറ്റും ചെയ്യാനുണ്ടായിരിക്കും, സെമിനാറും ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ രണ്ടും ചെയ്യേണ്ട ഇതുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം വഴിയെ. വലിയ ഭയങ്കരമായിട്ടുള്ള ചെയ്താൽ നിങ്ങളുടെ തലയിലൊന്നും പെട്ടെന്ന് അത് അല്ല, നിങ്ങളത് പെട്ടെന്ന് പുതിയതല്ല, ഒക്കെ കൂടി കൺഫ്യൂഷൻ വരുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് മെല്ലെ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ 5 പേപ്പർ ഈ സെമ്മിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സെമ്മാകുമ്പോൾ അടുത്ത സെമ്മിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എൻ്റെ പേര് ആഭ ജോബ് എന്നാണ്, ABHA കേട്ടോ, ആഭ ജോബ് എന്നാണ്. ആൻഡ് ഐ ആം യുവർ ക്ലാസ് ടീച്ചർ. ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ എന്ത് ചെയ്യാം, സബ്ജക്റ്റിലേക്ക് കിടക്കല്ലേ. അപ്പോൾ ഞാൻ എടുക്കുന്ന പേപ്പർ ഞാൻ പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. ഇത്
നമുക്ക് പഠിക്കാനുള്ള ഈസിനെസ്സിന് വേണ്ടി ഒരു 5 മൊഡ്യൂളായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5 അങ്ങനെ 5 മൊഡ്യൂൾസിലാണിത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂൾസുകളായിട്ട് പഠിച്ചു പോകാം. ഞാൻ പറയുന്നത് ഒട്ടും ബുദ്ധിമുട്ടുള്ള പേപ്പറല്ല. ബുദ്ധിമുട്ടാവുക എപ്പോഴാണ് നമ്മളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാതിരിക്കുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, നമ്മൾ കറക്റ്റായിട്ട് എടുക്കുന്നത് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി നോ കൺഫ്യൂഷൻ ഫോർ യു ആൻഡ് ഇറ്റ് ഈസ് ആൻ ഈസി പേപ്പർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളാണ് അപ്പോൾ നമ്മളിന്ന് എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മൊഡ്യൂളിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിനൊക്കെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ടത് ഏതാണെന്നുള്ളതൊക്കെ. അപ്പോൾ ദാറ്റ് ഈസ് BBA 1 B01 മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസസ് കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് ആദ്യം ദാറ്റ് ഈസ് മൊഡ്യൂൾ 1 പോകുന്നതിന് മുൻപ് നമുക്കതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു 6 hours പെർ വീക്ക്, ഒരാഴ്ചയിൽ നിങ്ങൾക്ക് 6 ക്ലാസ് ദാറ്റ് ഈസ് ആസ് യൂഷ്വൽ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഓൺലൈനിൽ നമുക്ക് അത്ര പറ്റാറില്ലെങ്കിലും ഓക്കെ, നിങ്ങൾ വരുമ്പോഴേക്കും മേ ബി ചിലപ്പോൾ നല്ല ഒരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് വന്നിരിക്കാം. ദാറ്റ് യു ആർ മിസ്സിങ് എ കോളേജ് അറ്റ്മോസ്ഫിയർ അല്ലേ. പിന്നെ ഇൻറ്റേർണൽ 20, എക്സ്റ്റേണൽ 80 എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു ഇതിൻ്റെ ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് കോഴ്സ് എന്ന് പറയുന്നതാണ്. നമ്മൾ ഡിഗ്രി വരുമ്പോൾ നമ്മൾ കോഴ്സിനെ നമ്മൾ പറയുക, സബ്ജക്റ്റിനെ നമ്മൾ കോഴ്സ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സ് ഈ ഒരു സിലബസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BBA എന്ന് പറഞ്ഞ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ വാട്ട് ഈസ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. ദാറ്റ് ഈസ് നിങ്ങൾക്ക് ബിസിനസ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് ഒരു കൺസെപ്ച്വൽ നോളേജ് ഡെവലപ്പ് ചെയ്യുക. എന്താണ് ബിസിനസ് മാനേജ്മെൻറ്റ്, എന്താണ് അതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ ദാറ്റ് ഈസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ദാറ്റ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റീവാണ്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്, മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് പ്രാക്ടിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടും. കാരണം നിങ്ങൾ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ the study approach also enables the students to understand and analyze the practical aspects of management. Clear? പിന്നെ അത് ആ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് കിട്ടുന്നതോടുകൂടി നിങ്ങൾക്കൊരു സ്കിൽഡ് മാനേജർ ആവാനുള്ള കുറച്ച് കഴിവുകൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് സ്കിൽഡ് മാനേജറിനെ കോർപ്പറേറ്റ് ബിസിനസ് സെറ്റപ്പ്. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്ക് ബൈഹാർട്ട് പഠിക്കാനുള്ളതൊന്നും അല്ല കേട്ടോ. നമുക്ക് എന്തുകൊണ്ടാണ് അപ്പോൾ നമ്മൾ അറിയണം വൈ വി ആർ സ്റ്റഡിയിങ് ദിസ് സബ്ജക്റ്റ് എന്നുള്ളത്, ഈ ഒരു കോഴ്സ് എന്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ അതിനുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഈ ഒരു നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലം അനുസരിച്ച് പറയണത് ഇങ്ങനെയാണ്. ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് സെമിസ്റ്റർ കഴിയുമ്പോഴേക്കും നമ്മൾ ഈ 5 മൊഡ്യൂൾ കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഔട്ട്കം, എന്താണ് അതിന് കിട്ടുന്ന റിസൾട്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഓൺ കംപ്ലീറ്റിംഗ് ദ കോഴ്സ് ദ സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു ഡിസ്കസ് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് പല സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടുന്നു. പിന്നെ എന്ത് കിട്ടുന്നു, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു ക്ലിയർ പിക്ചർ അത് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് യു വിൽ ബി ഏബിൾ ടു അവെയർ ആൻഡ് അപ്ലൈ ദ എത്തിക്കലി ആൻഡ് സോഷ്യലി റെസ്പോൺസിബിൾ ബിഹേവിയർ ഇൻ മാനേജ്മെൻറ്റിനകത്തുള്ള എത്തിക്കലി അതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നീഡ് ഓഫ് ദി അവർ ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അവെയർനെസ് കിട്ടുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, മോഡേൺ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ബിസിനസ്സിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങളുടെ സിലബസിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താണ് കിട്ടുന്ന ഔട്ട്കം എന്നുള്ളതാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇത്രയൊക്കെ. അതായത് നിങ്ങൾ നല്ലൊരു ബിസിനസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് നല്ലൊരു അറിവുള്ള വ്യക്തികളാക്കി മാറ്റുക. അതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് ദാറ്റ് ഇസ് വി ആർ ഗോയിങ് ടു ദി ഫസ്റ്റ് മൊഡ്യൂളിലേക്കാണ്. അപ്പോൾ നമ്മളിതൊരു 45 മിനിറ്റ്സിൻ്റെ ക്ലാസ് ആയിട്ടാണ് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെ കുറേ ഒന്നും എടുക്കുന്നില്ലെങ്കിലും നമുക്കൊരു ടൈം കൺസ്ട്രെയിൻ ഉണ്ട്. ആ ടൈമിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ദാറ്റ് വി ആർ കവറിങ് ദ ടോപ്പിക്സ്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 ഏതൊക്കെയാണ്, അപ്പോൾ ഞാനിതിൻ്റെ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾ ആ സ്ലൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ദ മൊഡ്യൂൾ 1ൻ്റെ പേരാണ് ദാറ്റ് ഈസ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ആൻഡ് അതിനകത്ത് പഠിക്കാനുള്ള ചില ടോപ്പിക്സുകളാണ് നമുക്കുള്ളത്. ദാറ്റ് ഈസ് കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ്. പിന്നെ വരുന്നത് അപ്രോച്ചസ് ടു മാനേജ്മെൻറ്റ്, ദാറ്റ് ഈസ് ക്ലാസിക്കൽ അപ്രോച്ച്, സയൻറ്റിഫിക്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ബ്യൂറോക്രാറ്റിക്. പിന്നെ അതിൽ വരുന്നത് നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, ക്ലാസിക്കൽ കഴിഞ്ഞാൽ നിയോ ക്ലാസിക്കൽ അപ്രോച്ച്, ദാറ്റ് ഈസ് ഹ്യൂമൻ റിലേഷൻ ആൻഡ് ബിഹേവിയറൽ. പിന്നെ മോഡേൺ അപ്രോച്ച് വരുന്നുണ്ട്, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്, സിസ്റ്റം ആൻഡ് കണ്ടിജൻസി. ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 1 ആൻഡ് നമുക്കിതിന് യൂണിവേഴ്സിറ്റി സിലബസ് പ്രകാരം അനുവദിച്ച് തന്നിട്ടുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 15 hours, 15 അവറിൻ്റെ ഒരു മൊഡ്യൂളാണ്.
അത് 15 അവർ ചിലപ്പോൾ കൂടാം കുറയാം, നമ്മൾ എടുക്കുന്നത് പോലെ ഇരിക്കും. പക്ഷെ നമുക്കറിയാം നിങ്ങൾക്ക് ഈ ക്ലാസ്സൊക്കെ നേരം വൈകി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് 15 അവറൊന്നും ഒരു മൊഡ്യൂൾ എടുക്കാൻ കിട്ടുന്നില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, എല്ലാം ഒന്നും സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. നമ്മളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ദാറ്റ് നിങ്ങൾക്കത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 1 പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് പതുക്കെ കയറാം, നമ്മുടെ മൊഡ്യൂൾ 1 കയറാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ഭാഗം അറിയണം അല്ലേ. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം നമ്മളോടിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വീട്ടിലുണ്ടാകുകയാണെങ്കിൽ ഒന്ന് മാനേജ് ചെയ്യണം കേട്ടോ നമ്മൾ പറയും അല്ലേ. അതായത് ഒന്ന് എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി നടത്തുക എന്നുള്ള രീതിയിൽ നമ്മൾ പറയും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്, ദാറ്റ് ഈസ് നമ്മുടെ മാനേജ്മെൻറ്റ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. എല്ലാം കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ നമുക്ക് പോകണം. അപ്പോൾ നമ്മൾ ദാറ്റ് ഈസ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് എന്താണ് ഒരു ഇൻട്രഡക്ഷൻ ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഏതൊരു ഹ്യൂമൻ ആക്ടിവിറ്റി എടുക്കുകയാണെങ്കിലും നമ്മൾ മനുഷ്യർ ചെയ്യുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഇറ്റ് ഹാസ് ടു ബി മാനേജ്ഡ് എന്നാണ് പറയുന്നത്. അത് എന്ത് ചെയ്തിരിക്കണം, അത് മാനേജ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നത് നമ്മളത് ബിസിനസ് കോൺസെപ്റ്റിലേക്ക് എടുക്കുമ്പോഴും ഇറ്റ് ഈസ് എ മസ്റ്റ് ആൻഡ് ഈസ് എ കോമൺ ആൻഡ് ആൻ എസെൻഷ്യൽ എലമെൻറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്? ഒരു യൂണിവേഴ്സൽ സെൻസിൽ പറയുകയാണെങ്കിൽ എല്ലാ എൻ്റർപ്രൈസസിനും കോമൺ ആയിട്ടുള്ള എന്നാൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് ദാറ്റ് ഈസ് ടു മാനേജ് ഇറ്റ്. അത് കൃത്യമായി നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുപോകണം എന്നുള്ളത്. അടക്കവും ഒതുക്കവും ഇതിലൊക്കെ ചെയ്യണം നമ്മൾ പറയില്ലേ, അതാണ് സിസ്റ്റമാറ്റിക്കലി ഇൻ ആൻ ഓർഡേർഡ് മാനറിലൊക്കെ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു ഏറ്റവും ദാറ്റ് സിംപ്ലസ്റ്റ് മീനിങ്, അത് ലിറ്റററി അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് മീൻസ് മാൻ എന്ന് കണ്ടോ, അവിടെ MAN എന്നുള്ള മാൻ വന്നിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് മാനേജിങ് മെൻ. ബിസിനസ് എന്ന് പറയുന്നത് ആരാ നടത്തുന്നത്? ഹ്യൂമൺ അല്ലേ. അതിനകത്ത് ജോലി ചെയ്യുന്നവർ ഹ്യൂമൻ ബീയിങ്സ് തന്നെയായിരിക്കും. അപ്പോൾ അവരെ കൃത്യമായിട്ട് മാനേജ്, അല്ലെങ്കിൽ ലിറ്റററി മീനിങ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മാനേജിങ് മെൻ ആണ് അല്ലേ. ഇനി അതിൽ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ഇംപ്ലൈസ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ഓൾ റിസോഴ്സസ്. എല്ലാ റിസോഴ്സുകളെയും നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, എഫിഷ്യൻ്റ്ലി യൂസ് ചെയ്യണം. അത് ഹ്യൂമൺ ആയിക്കോട്ടെ നോൺ ഹ്യൂമൺ ആയിക്കോട്ടെ. 4 M's എന്നൊക്കെ നിങ്ങൾ +2 പഠിച്ച് കാണും. മണി, മെറ്റീരിയൽ, മെഷീനറി, അങ്ങനെ 4 M'കളുണ്ട് അല്ലേ. മണി, മെഷീൻ, മെറ്റീരിയൽ, പിന്നെന്താണ് മെൻ. അങ്ങനെ 4 മെറ്റീരിയൽസ്. അപ്പോൾ മെൻ എന്ന് പറയുന്നത് ഹ്യൂമൺ ആണ്, ബാക്കി 3 എന്താണ്, നോൺ ഹ്യൂമൺ ആണ്. അപ്പോൾ ഹ്യൂമൺ ആയാലും ശരി നോൺ ഹ്യൂമൺ ആയാലും ശരി അതെന്ത് ചെയ്യണം എന്നാണ് പറയണത്, കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അത് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യണം എന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എല്ലാ ഓർഗനൈസേഷനും ബിസിനസ്സിനും എന്തുണ്ടായിരിക്കും, ഗോൾ ഉണ്ടാവും അല്ലേ. ആ ഗോള് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് അതിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്രയും നമ്മൾ അറിഞ്ഞിരിക്കുക. അതിൻ്റെ മാനേജ്മെൻറ്റ് ഹാസ് ബീൻ വൺ ഓഫ് ദി ഗ്രേറ്റ് സക്സസ് സ്റ്റോറീസ് ഓഫ് ദ മോഡേൺ വേൾഡ്. അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, മോഡേൺ വേൾഡിലെ ഏറ്റവും സക്സസ് ആയിട്ടുള്ള സ്റ്റോറി എന്നാണ് പറയുന്നത്. സക്സസ് സ്റ്റോറി എന്ന് പറയണമെങ്കിൽ എന്താണ്, ഏറ്റവും വിജയം കണ്ടിട്ടുള്ളത്. അതായത് എല്ലാ ബിസിനസ്സുകളും മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ആ മാനേജ് ചെയ്ത് കൊണ്ടുപോകാതെ ആ ബിസിനസ്സിൻ്റെയോ ഓർഗനൈസേഷൻ്റെയോ എന്ത് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കില്ല, അതിൻ്റെ ഓർഗനൈസേഷണൽ ഗോൾസ്, ലക്ഷ്യം നേടാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഇൻട്രഡക്ഷൻ കാര്യങ്ങൾ പറയണത്. എന്നിട്ട് പറയുകയാണ്, നമുക്ക് ഇൻട്രഡക്ഷനിൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാണ്. നമ്മുടെ ഈ ലോകത്ത് എല്ലാം മാറും അല്ലേ. എന്തെങ്കിലും ഒരു സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്നുണ്ടോ, എല്ലാം ഡൈനാമിക് ചേഞ്ച് കൊണ്ടിരിക്കും. പക്ഷേ മാറ്റം മാറില്ല എന്നാണ് നമ്മളത് പൊതുവേ നമ്മൾ പറയുന്നതാണ്. ഇനി ചേഞ്ചിങ് വേൾഡ് ദ ഓൺലി കോൺസ്റ്റൻറ്റ് ഈസ് ചേഞ്ച് എന്നാണ്. കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന, മാറ്റമില്ലാത്തതൊന്ന് എന്ന് പറയുന്നത് മാറ്റമാണ്. അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സെൻസിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എവർ ചേഞ്ചിങ് ആണ്. ഇന്ന് കണ്ട ലോകമാണോ നാളെ, കഴിഞ്ഞ കൊല്ലം ഓണം കണ്ട ഓണമല്ല നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ വർഷം നമ്മൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ കൊല്ലം കണ്ട ഓണമല്ല, അതിന് മുൻപത്തെ വർഷം നമ്മൾ കണ്ട ഓണം എന്ന് പറഞ്ഞാൽ ടോട്ടലി അല്ലേ വളരെ ബുദ്ധിമുട്ടേറിയൊരു കാലഘട്ടമായിരുന്നു പ്രളയം, ഫ്ലഡ് എന്ന് പറഞ്ഞു വന്നപ്പോൾ. ഇപ്പോൾ എല്ലാത്തിനും എല്ലാ മാറ്റങ്ങളും ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ ദ വേൾഡ് ഈസ് ചേഞ്ചിങ് അറ്റ് എൻ ഈവൻ ഫാസ്റ്റർ റേറ്റ് ആൻഡ് ഓർഗനൈസേഷൻസ് മസ്റ്റ് ഓൾസോ ചേഞ്ച് ഇൻ ലൈൻ വിത്ത് ഇറ്റ്. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റിലേക്ക് പതുക്കെ വരികയാണ് കേട്ടോ. അതായത് എല്ലാം ലോകത്തുള്ളത് എല്ലാം മാറുന്നു. ആ മാറുന്നതിനനുസരിച്ച് ആർക്കും കൂടി മാറേണ്ടത്, മനുഷ്യർ മാറുന്നു അല്ലേ, നമ്മൾ മാറുന്നു സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട്. അതനുസരിച്ച് ഓർഗനൈസേഷനും എന്ത് വേണ്ടി വരുന്നതാണ് പറയണത്, ചില മാറ്റങ്ങൾ വേണ്ടി വരും എന്നാണ് പറയുന്നത്.
ആ ഒരു അതായത് ഈ വേൾഡ് വിൻഡ് ഓഫ് ചേഞ്ച്, ഈ ഒരു വേൾഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കൊടുങ്കാറ്റ്, ഈ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റിൽ എന്ത് ചെയ്യണം എന്നാണ് പറയണത്. ദാറ്റ് ഈസ് നല്ല മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഉള്ള ഓർഗനൈസേഷൻസ് വിൽ ഓൺലി സർവൈവ്. അവർക്ക് മാത്രമാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർവൈവ് ചെയ്ത് നിൽക്കുക. അതായത് പല മാറ്റങ്ങൾ വരും. അപ്പോൾ കൃത്യമായി മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഈ മാറ്റമൊന്നും വലിയ പ്രശ്നമല്ല. അവരതനുസരിച്ച് തന്നെ എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മാനേജ്മെൻറ്റ്സ് വിൽ ത്രൈവ് ആൻഡ് സർവൈവ്, നിലനിൽക്കും എന്നാണ് പറയുന്നത്. ദ മാർക്കറ്റ് പ്ലേസ് കനോട്ട് ടോളറേറ്റ്. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാത്ത ഓർഗനൈസേഷൻസ് പതുക്കെ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, മാർക്കറ്റിൽ നിന്ന് മാഞ്ഞു പോകും. അങ്ങനെയുള്ള ബിസിനസ്സുകൾക്ക് അവിടെ നിലനിൽപ്പില്ല. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത്, ഇപ്പോൾ നിങ്ങൾ പോലും അറിഞ്ഞു കാണില്ല, ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ. ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞ സാധനം ഇന്നിപ്പോൾ ഉണ്ടോ? മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓഫീസുകളിലും വീട്ടിലൊക്കെ ടൈപ്പ് റൈറ്റർ എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ കാണാത്ത കുട്ടികൾ പോലും ഉണ്ടാകും. അത് ഉപയോഗിക്കാത്ത പോലെ കുട്ടികളുണ്ടായിരിക്കും. അത് വലിയ മാറ്റമാണ്. അപ്പോൾ ഇപ്പോഴും ചില സ്ഥാപനങ്ങളൊക്കെ ഞങ്ങൾക്ക് ടൈപ്പ് റൈറ്റർ മതി എന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ശരിയാവും. കമ്പ്യൂട്ടർ ഇസ് ദ ഫാസ്റ്റസ്റ്റ് എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത് അല്ലേ, ഫാസ്റ്റാണ്. അപ്പോൾ ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ളതാണ്. അപ്പോൾ ടൈപ്പ് റൈറ്ററിന് ആ ഗുണങ്ങൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒരു കാലത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ അതനുസരിച്ച് പല ഓർഗനൈസേഷൻസും പല ബിസിനസ്സും, ഈവൺ ഇപ്പോൾ ഓൺലൈൻ വന്നപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ മോഡ് മാറി അല്ലേ, കൺവെൻഷണൽ മെത്തേഡ് ഓഫ് ടീച്ചിങ് മാറി. ഇനി സ്കൂൾ തുറക്കണില്ല എന്നും പറഞ്ഞ് നമ്മളാരും എന്ത് ചെയ്തില്ല, കൈ കെട്ടിയിരുന്നില്ല. കോളേജ് തുറക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരും കൈ കെട്ടിയിരുന്നില്ല. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പഠിച്ചു, ആ ഒരു കൊടുങ്കാറ്റിൽ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്തു, നമുക്ക് സർവൈവ് ചെയ്യണം അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തത്. നമ്മൾ അതിലങ്ങോട്ട് മുഴുകി അതിനുള്ള മാർഗ്ഗങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞു. നമ്മുടെ കോളേജിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റ് അല്ലേ, അവിടെ കണ്ടോ മാനേജ്മെൻറ്റാണ്. ഓക്കെ, ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദാറ്റ് ഈസ് നമ്മുടെ മാനേജ്മെൻറ്റ് കണ്ടെത്തിയൊരു വഴിയാണ് യൂട്യൂബ് എന്നുള്ളത് കേട്ടോ. പല കോളേജുകളും, ഓരോ കോളേജസും അവരവരുടേതായ പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാതെ നമ്മളൊരിക്കലും മാറാതെ നിന്നുണ്ടെങ്കിൽ എന്തായി മാറും, നമ്മുടെ അവിടെ നിന്നുള്ള കുട്ടികളൊക്കെ വേറെ വല്ല കോളേജിലേക്ക് പോകും. ഇവിടെ ക്ലാസ് ഒന്നും തുടങ്ങുന്നില്ല, ഇവിടെ പഠിപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പോൾ അതാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് പറയണത്, മാർക്കറ്റ് പ്ലേസ് കനോട്ട് ടോളറേറ്റ് ദ വീക്ക് പ്ലെയേഴ്സ്. വീക്കായിട്ട് നിൽക്കുന്ന പ്ലെയേഴ്സിനെ മാർക്കറ്റിന് ഒരു കാരണവശാലും ടോളറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓൺലി ദോസ് എൻ്റർപ്രൈസസ് ക്യാൻ ഫുൾഫിൽ ദ റിക്വയർമെൻറ്റ് ഓഫ് ദെയർ മാർക്കറ്റ്സ് ആൻഡ് ചേഞ്ചിങ് ടൈംസ് വിൽ സർവൈവ് ആൻഡ് പ്രോസ്പർ എന്നാണ്. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഓർഗനൈസേഷൻസ് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, അവർ സർവൈവ് ചെയ്ത് പ്രോസ്പർ, അഭിവൃദ്ധി പ്രാപിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഈ വരുന്ന എല്ലാ മാറ്റങ്ങളും ഉൾക്കൊള്ളണം. മാറ്റങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ അവിടെ എന്ത് വേണം, നല്ലൊരു മാനേജ്മെൻറ്റ് അവിടെ വേണം. അതാണ് നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിങ്ങനെ പറഞ്ഞു വരികയാണ്. ആൻഡ് ഈ ഒരു ചേഞ്ച് എന്നുള്ള പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട്, അതായത് ആ ഒരു വ്യൂവിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് പറയണത്, മാനേജ്മെൻറ്റ് ഈസ് എ ടെക്നിക്കൽ നെസസിറ്റി. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടെക്നിക്കൽ നെസസിറ്റിയാണ്. എറൈസിങ് ഫ്രം ദി ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഫോർ എഫിഷ്യൻസി ഇൻ ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെ എഫിഷ്യൻസിക്ക് വേണ്ടി, അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പ്രവർത്തനത്തിന് വേണ്ടി ഏറ്റവും എന്താണ് ആവശ്യമുള്ളൊരു ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻ്റാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ്. അത് ടെക്നിക്കലിയും മാനേജ്മെൻറ്റായിട്ടും അഡ്വൈസായിട്ടും എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു ബിസിനസ് എൻ്റർപ്രൈസസ് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം എന്നാണ് പറയണത്, മാനേജ്മെൻറ്റ് ഈസ് നെസസറി എന്ന് പറയുകയാണ്. മാനേജ്മെൻറ്റ് അപ്പോൾ ആ ഒരു വ്യൂ പോയിൻറ്റിൽ ചേഞ്ച് വരുമ്പോൾ മാറുന്നതിനനുസരിച്ച് മാനേജ്മെൻറ്റ് നമുക്ക് അവിടെ ആവശ്യമാണെന്ന് പറയുന്നത് പോലെ തന്നെ ഇത് ഇപ്പോൾ ടെക്നിക്കലി നെസസറി എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ പറയുന്നത് എന്താണ്, ഐഡിയോളജിക്കലിയും ഇത് നെസസറിയാണ്. എന്താണ് ഐഡിയോളജിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു നമ്മുടെ മനസ്സിലൊക്കെ ഒരു ഐഡിയൽ ഉണ്ടാവും, ഒരു ഐഡിയൽ പേഴ്സൺ ഉണ്ടാവും അല്ലേ, നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഐഡിയൽ പേഴ്സൺ ഉണ്ടായിരിക്കും. അപ്പോൾ അതാ പറയുന്നത്, ഐഡിയോളജിക്കലി നമ്മൾ പല ബിസിനസ് മുൻപത്തെ എൻ്റർപ്രൈസസുകളെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് പോകുകയാണെങ്കിലും ഐഡിയോളജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിലും ദാറ്റ് ഇസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ടെക്നിക്കലി നെസസറി ആണ്, ഐഡിയോളജിക്കലിയും അത് നെസസറി ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് ദ തിങ്സ് മോർ ഹ്യൂമൻ എന്ന് പറയുന്നതാണ് ഒന്നും കൂടി കൈൻഡ്നെസ്, ദാറ്റ് ഈസ് മനുഷ്യത്വപരമായിട്ട് നമ്മൾ മലയാളത്തിൽ അതിനെ പറയും. ഒന്നും കൂടി കൈൻഡ്നെസ്സോട് കൂടി നമുക്ക് കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ മെയിൻ ആളെന്ന് പറയണത്, അതിൻ്റെ ഒരു എലമെൻ്റ് അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മെൻ ആണ്, ദാറ്റ് ഈസ് ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് എന്ത് വേണം, കുറച്ച് കാരുണ്യം, കൈൻഡ്നെസ് ഒക്കെ നമുക്ക് അവിടെ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ അത് ആ ഒരു വ്യൂ പോയിന്റ്, ആ ഐഡിയോളജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിലും, അപ്പോൾ ടെക്നിക്കലി ഇറ്റ് ഈസ് നീഡഡ് ആണ്, ഐഡിയോളജിക്കലി എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് നീഡഡ് എന്നാണ് പറയുന്നത്. ക്ലിയർ? ആൻഡ് ദ എബിലിറ്റി ഓഫ് ഈച്ച് എംപ്ലോയി ഇൻ വാട്ട് എവർ പൊസിഷൻ. അപ്പോൾ ഒരു എംപ്ലോയീസിന് ഓരോ പൊസിഷൻ ഉണ്ടായിരിക്കും അല്ലേ, ഏതൊരു പൊസിഷനിൽ ആണെന്നുണ്ടെങ്കിൽ പോലും ദേ ഹാവ് ടു കോൺട്രിബ്യൂട്ട് സംതിങ് ടു ഹിസ് ജോബ് എന്നാണ് പറയുന്നത്. അയാളുടെ ജോലിയിലേക്ക്
എന്തെങ്കിലുമൊക്കെ അയാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്, ഫിസിക്കൽ എഫേർട്ട് മാത്രം. ഇപ്പോൾ എനിക്കൊരു ജോലി ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണ് അല്ലേ, എനിക്ക് ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ടേക്ക് സം ഫിസിക്കൽ എഫേർട്ട് അല്ലേ. ഞാനിത് ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്നു, ഞാനിവിടെ വന്ന് നിൽക്കുന്നു, നിങ്ങൾക്ക് ഫിസിക്കലി ഞാനിപ്പോൾ ടോക്കിംഗ് അല്ലേ, ഞാൻ അപ്പോൾ ഫിസിക്കലി ഞാൻ എഫേർട്ട് എടുക്കുന്നു. പക്ഷേ അത് മാത്രം പോരാന്നാണ് പറയുന്നത്. ഐ ഷുഡ് ബി, എന്നെ എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് എന്നെ എൻകറേജ് ചെയ്യുകയും വേണം, അതുപോലെ തന്നെ റെക്കഗ്നൈസ് ചെയ്യുകയും വേണം. വേണ്ടേ? എന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് ഇപ്പോൾ സെൻറ്റ് ജോസഫ്സ് എടുക്കുകയാണെങ്കിൽ അവരെന്നെ എൻകറേജ് ചെയ്യണം. ഓക്കെ, യു ക്യാൻ ടേക്ക് എന്ന് പറഞ്ഞാൽ എൻകറേജ് ചെയ്യണം. അതുപോലെ തന്നെ എന്നെ എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, യു ആർ എ പേഴ്സൺ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദസ് എന്ന് പറഞ്ഞുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ആ ഒരു സമയത്തൊക്കെയാണ് ഈ മാനേജ്മെൻറ്റ് ആവശ്യകത. മാനേജ്മെൻറ്റ് എന്നെ തിരിച്ചറിഞ്ഞ് എന്നെന്നല്ല നമ്മുടെ എല്ലാ സ്റ്റാഫിനെയും, ഈവൻ ഏതൊരു സ്റ്റാഫിനെ എടുത്താൽ പോലും, ഈവൺ ഇഫ് ഓഫീസ് സ്റ്റാഫ് ആയാൽ പോലും ആരെ ആയാലും അത് എന്ത് ചെയ്യണം, അവർ റെക്കഗ്നൈസ് ചെയ്യണം, എൻകറേജ് ചെയ്യണം. അപ്പോൾ ഫിസിക്കൽ എഫേർട്ട് മാത്രം പോരാ. അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അവിടെ എന്താവശ്യമാണ്, ഒരു ഗുഡ് മാനേജ്മെൻറ്റ് അഥവാ ഗുഡ് മാനേജിങ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ ഇസ് എ മസ്റ്റ് ആണ്. ആൻഡ് അങ്ങനെ നമുക്ക് ദാറ്റ് ഈസ് ടു കൺക്ലൂഡ് വി ക്യാൻ സേ ദാറ്റ് മാനേജ്മെൻറ്റ് സ്റ്റാൻഡ്സ് ഇൻ ദ സെയിം റിലേഷൻ. അതായത് എങ്ങനെയാണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി കാണാനായിട്ട് സാധിക്കാം. അതായത് ഇറ്റ് ഇസ് ഇൻ സെയിം റിലേഷൻ ടു ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ആസ് സയൻസ് ടു ദ ഫിസിക്കൽ യൂണിവേഴ്സ്. നമ്മുടെ ഫിസിക്കൽ യൂണിവേഴ്സിൽ സയൻസ് എത്ര, നമ്മുടെ യൂണിവേഴ്സ്, നമ്മുടെ ഭൂഖണ്ഡം മുഴുവൻ എടുത്ത യൂണിവേഴ്സിൽ എങ്ങനെയാണോ സയൻസ് ഇമ്പോർട്ടൻറ്റ്, അതേപോലെ തന്നെയാണ് ഇത് ഒരു സോഷ്യൽ ഓർഗനൈസേഷനെ സംബന്ധിച്ച് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതായത് നമുക്കറിയാം യൂണിവേഴ്സിലെ പല കാര്യങ്ങളും സയൻസ് ആണ് അല്ലേ, കണ്ടുപിടുത്തങ്ങളെല്ലാം അവിടെ നടന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും, അപ്പോൾ ഞാനിതിന് ഈച്ച് ആൻഡ് എവരി ലൈനൊന്നും വായിച്ചിട്ടല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ആകെ കൂടെയുള്ള ഒരു ദാറ്റ് ഈസ് എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നത്, ഒരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും മിസ് എന്തൊക്കെയോ പറയുന്നു, ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ. ഒരു പ്രശ്നവുമില്ല, ടെക്സ്റ്റൊക്കെ കിട്ടി. നമ്മളിതിൻ്റെ 1-2 ക്ലാസ്സുകളിൽ കൂടിയൊക്കെ കയറി കഴിഞ്ഞ് പോകുമ്പോൾ യു വിൽ ബി ഏബിൾ ടു കണക്ട് ഇറ്റ് കേട്ടോ. അങ്ങനെ ധൈര്യത്തോടു കൂടി തന്നെ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇനി നമുക്ക് കറക്റ്റായിട്ട് ദാറ്റ് വി ക്യാൻ ഗോ ടു ദ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് നമ്മൾ ഇനി വരികയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ വേണ്ടാന്നല്ല, ഒരു എസ്സേ ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് യു ഹാവ് ടു റൈറ്റ് ആൻ ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതണം. ആ രീതിയിൽ നമുക്ക് നോക്കാം. അതായത് ഇതിൻ്റെ എറ്റമോളജിക്കൽ ഒറിജിൻ, അതായത് കറക്റ്റായിട്ട് ദാറ്റ് ഈസ് ഈ ഒരു മാനേജ്മെൻറ്റ് എന്നുള്ളത് ഒറിജിൻ ചെയ്തിട്ടുള്ളത് 3 ടേംസ് ആണെന്നാണ് പറയുന്നത്. ഒന്ന് ഫ്രഞ്ചിൽ നിന്ന്, ദാറ്റ് ഈസ് മാനേജർ, MENAGER, ഫ്രഞ്ചിൽ മാനേജർ എന്നുള്ളതാണ്. അതിൻ്റെ പേര് ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് ഓർ ഹൗസ് ഹോൾഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഫ്രഞ്ച് വേർഡ്, ഇപ്പോൾ ഈ ഇതിൽ നിന്നൊക്കെയാണ് ഇത് പതുക്കെ ഒരു ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്രഞ്ചിൽ മാനേജർ എന്നുള്ളതിൽ നിന്നും, ഇറ്റാലിയനിലെ മാനേജിയർ, ദാറ്റ് ഈസ് MENEGGIARE, മാനേജിയർ എന്നുള്ള ഇറ്റാലിയൻ നിന്നും. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ്ലിംഗ് ഓഫ് ഹോഴ്സസ് എന്നാണ്. അപ്പോൾ എന്തായാലും ഹാൻഡ്ലിംഗ് ആണ് അല്ലേ മാനേജ്മെൻറ്റ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ കൺട്രോളിങ്ങിലേക്ക് നമ്മൾ വരുത്തുകയാണ്. ആൻഡ് ദ ലാറ്റിൻ വേർഡ് മാനസ്, MANUS, മാനസ്, വിച്ച് മീൻസ് ഹാൻഡ്. കണ്ടോ, ഹാൻഡിൽ, ഒരു മാനേജ്മെൻറ്റ് കൈകളിലായിരിക്കും എല്ലാം എന്ന് പറയുന്നത്. ഈ പറയുന്ന 3 ടേംസിലാണ് ശരിക്കും മാനേജ്മെൻറ്റ് ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഞ്ചിൽ എന്താണ്, മാനേജർ എന്നുള്ളതിൽ നിന്നും, ദാറ്റ് ഈസ് ഇറ്റാലിയനിൽ മാനേജിയർ എന്നുള്ളതിൽ നിന്നും, ദാറ്റ് ഈസ് നമ്മുടെ ലാറ്റിൽ നിന്നാണെങ്കിൽ മാനസ്. ഈ ഒരു 3 വാക്കുകളിൽ നിന്നാണ് ദാറ്റ് ഈസ് ദി ഒറിജിൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മളതിൻ്റെ ഒരുപാട് ആളുകൾ ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു ഡെഫിനേഷനുമൊന്നും മാനേജ്മെൻറ്റ് ഇല്ല എങ്കിൽ പോലും ദർ ഇസ് നോ ഡെഫിനേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഹാസ് ബീൻ യൂണിവേഴ്സലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ലോകം മുഴുവൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഡെഫിനേഷനൊന്നുമില്ല. അതായത് ഓരോ ആളുകളും ഓരോ തരത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഞാനതിൽ നമുക്കൊരു 3-4 ഡെഫിനിഷൻസ് പറഞ്ഞുതരാം. എപ്പോഴും നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ എപ്പോഴും 3-4 ഡെഫിനിഷൻസ് അറിഞ്ഞിരിക്കണം. കാരണം ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് അവർ സ്റ്റഡി. നമ്മുടെ കോമേഴ്സ് എന്നുള്ളതിൻ്റെ ഒരു ബേസിസ് ആയിട്ട് നമ്മൾ മാനേജ്മെൻറ്റ് ആണ് പഠിക്കുക. അപ്പോൾ നമുക്ക് എപ്പോൾ ചോദിക്കുമ്പോഴും അതിൻ്റെ കുറച്ച് ഡെഫിനിഷൻസുകളൊക്കെ നമുക്ക് ഓർമ്മ വരണം. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര വർഷം എടുത്താലും, ഇവൻ ഞാൻ എൻ്റെ കോമേഴ്സ് പഠിച്ച കാലം തൊട്ട് ഞാൻ ഓർത്ത് വയ്ക്കുന്ന ഒരു ഡെഫിനിഷനാണ്. പെട്ടെന്ന് ഒരു ആൾ വന്നതിനോട് മാനേജ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നൊരു ഡെഫിനിഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ അത് പറയാനായിട്ട് സാധിക്കണം. മേരി പാർക്കർ ഫോളറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്, ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. എനിക്കതിലേക്ക് നോക്കുക പോലും വേണ്ട. എന്താണ് ദി ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതർ പീപ്പിൾ. മറ്റുള്ളവരെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരു കല, അതാണ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ.
അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഡെഫിനേഷൻ അത് തന്നെയാണ്. മേരി പാർക്കർ ഫോളറ്റ് അവരാണ് അതിന്, ദാറ്റ് ഈസ് ഒരു വുമണാണ് അവർ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ? അപ്പോൾ അത് ഈ ഒരു ഡെഫിനേഷൻ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇപ്പോൾ ഈ ക്ലാസ് കേട്ട് വെച്ച് നിങ്ങളത് 1-2 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോസ് ആക്കുക, അതൊന്ന് 2-3 പ്രാവശ്യം മനസ്സിൽ ആവർത്തിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും പെട്ടെന്ന് വന്ന് നിങ്ങളൊരു കോമേഴ്സ് ടീച്ചറോ അല്ലെങ്കിൽ കോമേഴ്സ് പഠിച്ച കുട്ടിയാണോ എന്ന് ചോദിച്ച് എന്നാൽ മാനേജ്മെൻറ്റ് എന്താണെന്നൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പിന്നെ തന്നിട്ടുള്ളത് FW ടൈലറിൻ്റെ ഒരു ഡെഫിനേഷൻ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ FW ടൈലറൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, +2 പഠിച്ചിട്ടുണ്ടായിരിക്കും. FW ടൈലർ അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെങ്കിൽ, മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് നോയിങ് what to do, when to do and see that it is done in the best possible അല്ലെങ്കിൽ best and the cheapest way. അപ്പോൾ ഡബിൾ ഇൻവേർട്ടഡ് കോമയിലൊക്കെയാണ് നമ്മൾ എപ്പോഴും ഡെഫിനേഷൻസ് എഴുതേണ്ടത്. കഴിയുന്നതും ഡെഫിനേഷൻ എഴുതുമ്പോൾ അതിൻ്റെ ഓതറിൻ്റെ പേര് നമ്മൾ എഴുതാനായിട്ട്, ആരാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയുടെ പേര് എഴുതണം. കറക്റ്റ് ഇൻവേർട്ടഡ് കോമയിലും നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട്, ഞാനിപ്പോൾ ബെസ്റ്റ് പോസിബിൾ മാനർ എന്ന് പറയാൻ വന്നു, ഞാൻ പെട്ടെന്ന് തിരുത്തി. പോസിബിൾ മാനർ എന്നല്ല, മീനിങ് സെയിം ആണ്, പക്ഷേ ഡെഫിനേഷനിൽ പറഞ്ഞിട്ടുള്ളത് ബെസ്റ്റ് ആൻഡ് ദി ചീപ്പസ്റ്റ് വേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഡെഫിനേഷൻസ് എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ ദാറ്റ് യു വിൽ ഗെറ്റ് 2 മാർക്സ്, ഫുൾ 2 മാർക്സ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ എപ്പോഴും ഡെഫിനേഷൻസ് പഠിക്കാൻ ശ്രമിക്കുക, കാരണം മീനിങ് ചോദിച്ചാലും ദാറ്റ് യു വിൽ ബി ഏബിൾ ടു റൈറ്റ്, ആൻഡ് ഡെഫിനേഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് അത് തന്നെ എഴുതാം. അപ്പോൾ ഒരെണ്ണമായി പഠിക്കേണ്ടു. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഒരു ഡെഫിനേഷൻ പറയുന്നത് ആരുടെയാണ്, FW ടൈലറിൽ പറയുന്നത് എന്താണ്, മാനേജ്മെൻറ്റ് ഈസ് ദി ആർട്ട് ഓഫ് നോയിങ് വാട്ട് ടു ഡു, എന്താണ് ചെയ്യേണ്ടത് അത് അങ്ങനെ അറിയുന്നൊരു കലയാണ്. ആൻഡ് വെൻ ടു ഡു, അത് എപ്പോഴാണ് ചെയ്യേണ്ടത്. ആൻഡ് എന്താണ് ദാറ്റ് ഇറ്റ് ഈസ് ഡൺ, എന്നിട്ട് നോക്കുക അത് ചെയ്തു എന്നുള്ളത്. ആൻഡ് സീ ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ, ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ് ചീപ്പായിട്ട് ആ കാര്യം ചെയ്തോ എന്ന് നോക്കുന്നത് എന്താണ്, മാനേജ്മെൻ്റ് ആണ്. ഇനി നമുക്ക് ഹെറോൾഡ് കൂൺസ്, അപ്പോൾ ഇതുവരെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. ഇവരെയൊക്കെ പേരുകളൊക്കെ നമുക്കിനി മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കേട്ടുപരിചയമുണ്ടല്ലോ എന്നുള്ളത് എപ്പോഴും ഓർമ്മ വേണം കേട്ടോ. അക്കോർഡിംഗ് ടു ഹെറോൾഡ് കൂൺസ്, ചിലപ്പോൾ കുറച്ച് വലിയ ഡെഫിനേഷൻ ആണെന്ന് തോന്നുമെങ്കിലും നല്ലൊരു ഡെഫിനേഷനാണിത് കേട്ടോ. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ, നമ്മളിപ്പോൾ പഠിച്ചതിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം അതിൽ വന്നിട്ടുണ്ട്. ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ആൻഡ് വിത്ത് ദ പീപ്പിൾ, അത് ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്നു. ഇൻഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ്, അപ്പോൾ അതെവിടെയാണ് ചെയ്യിക്കുന്നത്, അപ്പോൾ അത് നമ്മൾ ദാറ്റ് ഈസ് മേരി പാർക്കർ ഫോളറ്റ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല, ത്രൂ പീപ്പിൾ വെച്ചിട്ട് അവർ നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒന്നും കൂടി കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ നമുക്ക് തന്നു. ആൻഡ് വിത്ത് ദ പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്, ഫോർമലായിട്ട് ഓർഗനൈസ് ചെയ്ത ഗ്രൂപ്പുകളിൽ ആളുകളെ കൊണ്ട് എന്താണ് വേണ്ടതെന്ന് ചെയ്യിപ്പിക്കുന്ന ഒരു കലയാണ് മാനേജ്മെൻറ്റ്. എന്നിട്ട് അദ്ദേഹം അതിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ക്രിയേറ്റിംഗ് ആൻ എൻവയോൺമെൻറ്റ്, അതിന് വേണ്ടിയുള്ളൊരു എൻവയോൺമെൻറ്റ് ചുറ്റുപാട് അദ്ദേഹം ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻ വിച്ച് ദ പീപ്പിൾ ക്യാൻ പെർഫോം, അതിനകത്ത് ആളുകൾക്ക് എന്ത് ചെയ്യാം, അവർക്ക് അവരുടേതായിട്ടുള്ള ജോലികൾ പെർഫോം ചെയ്യാം. ആൻഡ് ഇൻഡിവിജ്വൽസ് ക്യാൻ കോപ്പറേറ്റ് ടുവേർഡ്സ് ദി അറ്റൈൻമെൻറ്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾസ്. എന്നിട്ട് എന്താ പറയണത്, അവിടെ അവർക്ക് ദാറ്റ് ഈസ് അങ്ങനെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാം എന്നാണ് പറയണത്, ആ ഓർഗനൈസേഷൻ്റെ ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ട് അവർക്കൊരു കോപ്പറേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതിനെയാണ് ഹെറോൾഡ് കൂൺസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് എന്താണ്, ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ ആൻഡ് വിത്ത് ദ പീപ്പിൾ ഇൻ എ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. It is an art of creating an environment in which people can perform and individuals can cooperate towards the attainment of organizational goal. അപ്പോൾ മൂന്നാമത്തെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ 3 ഡെഫിനേഷനാണ് ഞാൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. പിന്നെ ജോർജ് ആർ ടെറിയുടെ ഡെഫിനേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഏതാണ് വേണമെങ്കിൽ പഠിക്കാം, ഒരു പ്രശ്നവുമില്ല. ജോർജ് ആർ ടെറി പറഞ്ഞിട്ടുണ്ട്, ഹി ഡിഫൈൻസ് മാനേജ്മെൻറ്റ് ആസ് എ പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് പ്ലാനിങ്, organizing, actuating and controlling, performed to determine and accomplish the objectives by the use of people and resources. അപ്പോൾ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 3 ഡെഫിനേഷനിൽ, പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് ഡെഫിനേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ 3 ആളുകൾ, ദാറ്റ് ഈസ് മേരി പാർക്കർ ഫോളറ്റ് പറഞ്ഞിട്ടുള്ളത്, ജോർജ് ആർ ടെറിയുടെ FW ടൈലറിൻ്റെ കണ്ടു, ഹെറോൾഡ് കൂൺസിൻ്റെയും പറഞ്ഞു, ജോർജ് ആർ ടെറിയുടെയും നമ്മൾ പറഞ്ഞു. ഇനി അതൊന്നും കൂടാതെ നമുക്ക് ഏറ്റവും വെരി സിമ്പിൾ ഡെഫിനേഷൻ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ദാറ്റ് മാനേജ്മെൻറ്റ് ഈസ് വാട്ട് മാനേജേഴ്സ് ഡു.
അതാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഏറ്റവും സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ, ആരാണ് ഓഥർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് വാട്ട് മാനേജേഴ്സ് ഡു. മാനേജേഴ്സ് എന്താണ് ചെയ്യുന്നത് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് മാനേജ്മെൻറ്റ്. ക്ലിയർ? അപ്പോൾ ഓക്കെ, മൊത്തം ഒരു 5 ഡെഫിനിഷൻസ് നിങ്ങൾക്ക് കിട്ടി അല്ലേ? നിങ്ങൾക്ക് അതിൽ പറ്റുന്ന 3-4 ഡെഫിനിഷൻസ് കഴിയുമെങ്കിൽ പഠിച്ചു വെക്കാനായിട്ട് ഞാൻ പറയും. ക്ലിയർ? ഇനി ഇതിൻ്റെ കീ ഡെഫിനേഷൻസിനൊക്കെ നമുക്ക് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം. ഇൻ ഷോർട്ട്, മാനേജ്മെൻറ്റ് ഫെസിലിറ്റേറ്റ്സ് എ വർക്കിംഗ് എൻവയൺമെൻറ്റ് ഇൻ എൻ ഓർഗനൈസേഷൻ വെർ ഇൻ ഓൾ എംപ്ലോയീസ് ഓർ ഇൻഡിവിജ്വൽസ് ക്യാൻ വർക്ക് ടുഗെദർ ആൻഡ് അക്കംപ്ലിഷ് ദ ഓർഗനൈസേഷൻസ് വിഷൻ, മിഷൻ ആൻഡ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് എന്തിനു സഹായിക്കുന്നു? നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാക്കിക്കൊണ്ട് ആ ഓർഗനൈസേഷൻ്റെ വിഷൻ എന്താണ്, കാഴ്ചപ്പാട്, എന്തിനു വേണ്ടിയാണോ ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്, എന്താണ് അതിൻ്റെ മിഷൻ. അപ്പോൾ നിങ്ങളിപ്പോൾ മിഷനൊക്കെ നമുക്ക് പല വ്യത്യസ്ത രീതിയിൽ പഠിക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏകദേശം ലക്ഷ്യമെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓരോന്നിനും ഓരോ മീനിങ്ങുകൾ വരുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇത് നേടാനായിട്ട് എന്ത് ചെയ്യുന്നു? എല്ലാ ആളുകളും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വർക്കിംഗ് എൻവയൺമെൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് മാനേജ്മെൻറ്റ്. ക്ലിയർ? ആൻഡ് ദസ് മാനേജേഴ്സ്, അപ്പോൾ ഇതിനുള്ള എല്ലാ ഈ പറയുന്ന എൻവയൺമെൻറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണെന്നാണ് പറയണത്. ദാറ്റ് ഈസ് ദ മാനേജേഴ്സ് ആർ റെസ്പോൺസിബിൾ ടു പ്രൊവൈഡ് എൻ എൻവയൺമെൻറ്റ് മേക്കിംഗ് ഇറ്റ് പോസിബിൾ ഫോർ ഇൻഡിവിജ്വൽ എംപ്ലോയീസ് ടു ഗീവ് ദെയർ ബെസ്റ്റ് കോൺട്രിബ്യൂഷൻസ് ടു ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞില്ലേ, മാനേജ്മെൻറ്റ് ഈസ് വാട്ട് മാനേജേഴ്സ് ഡു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നമുക്ക് പറയാം, ഈ പറയുന്ന ഒരു നല്ല വർക്കിംഗ് എൻവയൺമെൻറ്റ് ആരും ഒരുക്കി കൊടുക്കുന്നു? അവിടെ മാനേജേഴ്സ് ആണ് അതിന് റെസ്പോൺസിബിൾ. അവരത് ഉണ്ടാക്കി കൊടുക്കണം, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. മാനേജർ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഹൂ മാനേജസ്, വൺ ഹൂ കൺട്രോൾസ് ഓൾ ദ തിങ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ അല്ലേ? ദാറ്റ് ഈസ് ഉണ്ടാക്കി കൊടുക്കണം. ആ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമാണ് ഇൻഡിവിജ്വൽ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവരുടെ ഏറ്റവും നല്ല കഴിവിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ? ഇത്രയാണ് നമ്മൾ അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാനേജ്മെൻറ്റിൽ പറഞ്ഞത്. ക്ലിയർ ആയോ? ഇത്രയാണ് നമ്മൾ. അപ്പോൾ നമ്മളൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞു. ആൻഡ് വി ഹാവ് ഗോൺ ത്രൂ 4 or 5 ഡെഫിനിഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കതിൽ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫ്രം ദിസ് ഡെഫിനിഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് മാനേജ്മെൻറ്റിനെ 5 ഗ്രൂപ്പ്സുകളാക്കി ക്ലാസിഫൈ ചെയ്യാം. വി ക്യാൻ ക്ലാസിഫൈ ദി മാനേജ്മെൻറ്റ് ഇൻറ്റു 5 ഗ്രൂപ്പ്സ് ആക്കി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്നാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് എങ്ങനെയൊക്കെ, ദാറ്റ് ഈസ് 5 ക്ലാസ് ആണെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ക്ലാസ് ഈസ് ഫങ്ഷണൽ കോൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ് ഈസ് ഫങ്ഷണൽ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഫങ്ഷണൽ കോൺസെപ്റ്റ്. ആസ് എ പ്രോസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫങ്ഷണൽ കോൺസെപ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതിൽ പറയണത് എന്താണ്? അപ്പോൾ നമ്മൾ ഈ പഠിച്ച ഡെഫിനിഷനിൽ നിന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മാനേജ്മെൻറ്റ് 5 ഗ്രൂപ്പാക്കി ക്ലാസിഫൈ ചെയ്ത് നമ്മളത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. എന്താണ് ഫങ്ഷണൽ കോൺസെപ്റ്റിൽ പറയുന്നത്? ദിസ് ഗ്രൂപ്പ് എംഫസൈസസ് മാനേജ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ഫങ്ഷൻസ് അണ്ടർടേക്കൺ ബൈ ദ മാനേജർ. ഈ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? മാനേജേഴ്സ് ഏറ്റെടുക്കുന്ന ഫങ്ഷൻസ്, അവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളില്ലേ, അതാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഫങ്ഷണൽ കോൺസെപ്റ്റ്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡെഫിനിഷൻസിലൊക്കെ അത് വന്നിട്ടുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ് നമ്മൾ ജോർജ് ആർ ടെറിഡയിൽ പറഞ്ഞു അല്ലേ? അതായത് അപ്പോൾ അതൊക്കെ ഒരു ഫങ്ഷൻസ് ആണ്. ബൈ ദ മാനേജർ ഇൻ ആൻ ഇൻറ്റഗ്രേറ്റഡ് വേ. എന്താണ് ഇൻറ്റഗ്രേറ്റഡ് എന്നാണെങ്കിൽ? ഒന്നിച്ച്. അതെല്ലാം എല്ലാ ഫങ്ഷൻസും ഒരുപോലെ എടുത്തൊരു ഇൻറ്റഗ്രേറ്റഡ് വേയിൽ കാര്യങ്ങൾ ചെയ്യണം. ദാറ്റ് ഈസ് മെയിൻ പർപ്പസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു അച്ചീവ് ദി ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ക്ലിയർ? ആൻഡ് ഇവിടെ ഹെൻറി ഫയോളിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് ഒരു ഇതിനെ കൂട്ടി ചെയ്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നുണ്ട്. ഹെൻറി ഫയോൾ അല്ലേ? യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ് നെയിം? ഓക്കെ. ഹെൻറി ഫയോളിനനുസരിച്ചിട്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു മാനേജ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ്, ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോർകാസ്റ്റ് ചെയ്യണം, കാര്യങ്ങൾ മുൻകൂട്ടി കാണാനായിട്ട് സാധിക്കണം. ആൻഡ് പ്ലാൻ ചെയ്യണം. ആ ഫോർകാസ്റ്റിംഗ് അനുസരിച്ചുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നു, അത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്നു, 1 by 1 ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നു. ടു കമാൻഡ്, നമ്മൾ അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ആൻഡ് ടു കോർഡിനേറ്റ്, പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും കൂടി നമ്മളതിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. ആൻഡ് ടു കൺട്രോൾ, അവിടെ നമ്മൾ അതിനനുസരിച്ചുള്ളൊരു നിയന്ത്രണം വരുത്തുന്നു. അല്ലേ? അപ്പോൾ ഇത്രയാണ് ദാറ്റ് ഈസ് ഫങ്ഷണൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാനേജ്മെൻറ്റ് ആ ഒരു ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്.
രണ്ടാമത്തെ കോൺസെപ്റ്റ് ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് എന്താണ്, ഹ്യൂമൻ റിലേഷൻസ് കോൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് എംഫസൈസ് ചെയ്യുന്നത് എന്തിനാണ്, ദാറ്റ് ഈസ് ഹ്യൂമൻ ആസ്പെക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അവിടെ ഫംഗ്ഷൻസിന് എംഫസൈസ് ചെയ്തപ്പോൾ ഇവിടെ ഹ്യൂമൻ റിലേഷൻസിന് അല്ലെങ്കിൽ ഹ്യൂമൻ ആസ്പെക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ദ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഇവിടെ മാനേജ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് കൺസീവ്സ് ഓർഗനൈസേഷൻ ആസ് എ സോഷ്യൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇവിടെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ഇറ്റ് ഈസ് എ സോഷ്യൽ സിസ്റ്റം. സോഷ്യൽ എന്ന് പറഞ്ഞാൽ സമൂഹം അല്ലേ, സാമൂഹികപരമായിട്ടുള്ളൊരു സിസ്റ്റമാണ്. അവിടെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ളൊരു സോഷ്യൽ സിസ്റ്റമായിട്ട് എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഹിയർ ദ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ. എന്താണ്, ആളുകളുടെ ഡെവലപ്മെൻറ്റിനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റിൽ പറയുന്ന കാര്യം. ക്ലിയർ ആയോ? അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ കോൺസെപ്റ്റ്. മൂന്നാമത്തെ കോൺസെപ്റ്റാണ് ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റ്. എന്താണ് ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റ്? ദിസ് കോൺസെപ്റ്റ് വ്യൂസ് മാനേജ്മെൻറ്റ് ആസ് എ റൂൾ മേക്കിംഗ് ആൻഡ് റൂൾ എൻഫോഴ്സിംഗ് ബോഡി. എന്താണ് പറയുന്നത്, ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കുറച്ച് റൂളുകൾ ഉണ്ടാക്കുന്ന, റൂൾ മേക്കിംഗ് ആൻഡ് റൂൾ എൻഫോഴ്സ് ചെയ്യുന്ന, കുറച്ച് റൂൾസുകൾ ഉണ്ടാക്കി അത് നടപ്പിലാക്കുന്ന, എൻഫോഴ്സ് ചെയ്യുന്ന ഒരു ബോഡി. അതാണ് ഈ ഒരു കോൺസെപ്റ്റ്. പല കോൺസെപ്റ്റ്സിലും നമുക്ക് മാനേജ്മെൻറ്റുകൾ പറഞ്ഞു തരികയാണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ദിസ് കോൺസെപ്റ്റ് വ്യൂസ് മാനേജ്മെൻറ്റ് ആസ് റൂൾ മേക്കിംഗ് ആൻഡ് റൂൾ എൻഫോഴ്സിംഗ് ബോഡി. വാട്ട് എവർ എ മാനേജർ ഡസ് ഹി ഡസ് ത്രൂ ഹിസ് ഡിസിഷൻസ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു മാനേജർ എന്ത് കാര്യവും ചെയ്യുന്നുവോ അതെങ്ങനെയാണെന്നാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരമാണ്. ക്ലിയർ? അങ്ങനെയാണ് മാനേജർ തീരുമാനിക്കുന്നു കാര്യങ്ങൾ, അതനുസരിച്ച് ഓർഗനൈസേഷനിൽ നടന്നു പോകുന്നു. അപ്പോൾ അതാണ് അതിൽ പറയുന്നത്. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് വാട്ട് എവർ എ മാനേജർ ഡസ് ഹി ഡസ് ത്രൂ ഹിസ് ഡിസിഷൻ എന്നാണ് പറയുന്നത്. ദ ലൈഫ് ഓഫ് എ മാനേജർ ഈസ് പെർപ്പച്വൽ ചോയ്സ് മേക്കിംഗ് ആക്ടിവിറ്റി. ഇവിടെ ഒരു മാനേജറാണ്. അപ്പോൾ ഓൾ ഇൻ ഓൾ എന്ന് പറയുന്നത് മാനേജറാണ്. ആൻഡ് ദ മാനേജറിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെവർ എൻഡിങ് പ്രോസസ്സ്. മാനേജർ ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതാണ് ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത്. അതിൻ്റെ നെക്സ്റ്റ് കോൺസെപ്റ്റ് പറയുന്നതാണ് പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ്. നെക്സ്റ്റ് എന്താണ്, പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് അനുസരിച്ച് മാനേജ്മെൻറ്റ് എന്താണ്, ഈസ് എ ടെക്നിക്കൽ നെസസിറ്റി. നമ്മൾ പറഞ്ഞു അല്ലേ, അതൊരു ടെക്നിക്കൽ നെസസിറ്റിയാണ്. കാരണം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കണ്ട കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് ഒരുപാട് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് മീറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനൊരു ടെക്നിക്കൽ നെസസിറ്റി ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ഇറ്റ്സ് ഫങ്ഷനാണ്. എന്താണ്, ടെക്നിക്കൽ നെസസിറ്റിയാണ്. ഇറ്റ് എയിംസ് അറ്റ് മാക്സിമം എഫിഷ്യൻസി. ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് മാനേജ്മെൻറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്, മാക്സിമം എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാം. മാക്സിമം എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നു, പ്രൊഡക്ഷൻ കൂടുമ്പോൾ സെയിൽ കൂടുന്നു, സെയിൽ കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നു അല്ലേ. അപ്പോൾ ആ ഒരു വ്യൂവിലാണ് പറയുന്നത്. ഹിയർ മാനേജ്മെൻറ്റ് ഇസ് എ ടെക്നിക് ഓഫ് ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി. ഇവിടെ മാനേജ്മെൻറ്റിനെ കാണുന്നത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഒരു ടെക്നിക്ക്. അതായത് ആളുകളെ നന്നായി മാനേജ് ചെയ്തുകൊണ്ട് അവരുടെ മാക്സിമം എഫിഷ്യൻസിയോടുകൂടി അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അതാണ് മാനേജ്മെൻറ്റ് ആസ് പെർ ദി കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി. ക്ലിയർ? ആൻഡ് ദ ഫിഫ്ത്ത് കോൺസെപ്റ്റ് പറയുന്നതാണ് ഒരു സിസ്റ്റം കോൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. എന്താണ്, ഒരു സിസ്റ്റമാണെന്നാണ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം. അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം കോൺസെപ്റ്റാണ് ഇതിനകത്തുള്ളത്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് ഓർഗനൈസേഷൻ ലൈക്ക് എനി ലിവിങ് ഓർഗാനിസം മസ്റ്റ് അഡാപ്റ്റ് ദംസെൽസ് ടു ദയർ എൻവയോൺമെൻറ്റ്. എന്താണെന്നാണ് പറയുന്നത്. അതായത് ഒരു ലിവിങ് ഓർഗാനിസം, ജീവനുള്ളൊരു ഓർഗാനിസം പോലെ തന്നെ എന്ത് ചെയ്യണം എന്നാണ് പറയണത്, ഓർഗനൈസേഷൻസ് എപ്പോഴും എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, സമൂഹത്തിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ഒരു സംഭവമായിരിക്കണം. അതായത് മാറ്റങ്ങൾ വരുന്നു, ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത് ഒന്നായിരിക്കണം ഓർഗനൈസേഷൻ. അതിനു വേണ്ടി സഹായിക്കുന്നതാണ് മാനേജ്മെൻറ്റ്. അതാണ് ഏത് കോൺസെപ്റ്റ് അനുസരിച്ച് പറയുന്നത്, സിസ്റ്റം. അതായത് നമ്മുടെ ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് പല മാറ്റങ്ങളും അല്ലേ. നമ്മൾ കോവിഡ് വന്നപ്പോൾ നമ്മളതനുസരിച്ച് നമ്മുടെ പല ശീലങ്ങളും നമ്മൾ മാറ്റി അല്ലേ. പുറത്തേക്ക് പോകുന്നില്ല. ഈവൻ ഫസ്റ്റ് നമ്മൾ പഠിച്ച ശീലം മാസ്ക് വയ്ക്കുക എന്നുള്ളതാണ്, കൈ കഴുകുക അല്ലേ. പിന്നെ നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യാൻ, ഇതൊക്കെ നമ്മുടെ ഡെയിലി പാർട്ട് ഓഫ് അവർ ലൈഫായി മാറി. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിലാണ് അവിടെ എന്തുള്ളൂ, സർവൈവൽ ആൻഡ് ഗ്രോത്ത് ഉള്ളൂ. അപ്പോൾ അതും അതേപോലെ തന്നെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്, മാറ്റങ്ങൾ വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ അഡാപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ഒരു സർവൈവലും ഗ്രോത്തും ഉള്ളൂ എന്നാണ് പറയുന്നത്.
ആൻഡ് ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ് ഡിസൈനിങ് ദി ഓർഗനൈസേഷൻ. ഇവിടെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഓർഗനൈസേഷനെ എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുന്നു, ദാറ്റ് ഈസ് അഡാപ്റ്റബിൾ ടു ചേഞ്ചിങ് മാർക്കറ്റ്സ്. മാർക്കറ്റിൽ എന്നും എന്തുണ്ടായിരിക്കും, പല പല മാറ്റങ്ങളുണ്ടാകും അല്ലേ. ആ വരുന്ന മാറ്റങ്ങളെല്ലാം അഡാപ്റ്റ് ചെയ്യുന്ന തരത്തിൽ ഓർഗനൈസേഷനെ ഡിസൈൻ ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് ആസ് പെർ ദിസ് സിസ്റ്റം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ മാത്രമായിരിക്കില്ല ചേഞ്ചുകൾ വരുന്നുണ്ടായിരിക്കുക, ടെക്നോളജിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കാം, മറ്റുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സുകളിലൊക്കെ മാറ്റം വരുന്നുണ്ടായിരിക്കാം. അതെല്ലാം ഉൾക്കൊണ്ട് ഓർഗനൈസേഷൻ ആ ഒരു മാറ്റത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കുന്ന അതിലേക്ക് അഡാപ്റ്റ് ചെയ്യിക്കുന്ന ഒരു സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് എന്നാണ് ഈ ഒരു സിസ്റ്റം കോൺസെപ്റ്റിൽ പറയുന്നത്. ക്ലിയർ? കണ്ടോ, മാനേജ്മെൻറ്റ് തന്നെ പല കോൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മളതിന് പഠിച്ചു പോന്നു. അപ്പോൾ അതൊരു ഫങ്ഷണൽ കോൺസെപ്റ്റാണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റാണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു പ്രൊഡക്ടിവിറ്റി കോൺസെപ്റ്റ് അതിനുണ്ട്, ഒരു ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റ് അതിനുണ്ട്, പിന്നെ അതുപോലെ തന്നെ അതിനെന്തുണ്ട്, ഒരു സിസ്റ്റം കോൺസെപ്റ്റ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇത്രത്തോടു കൂടി ഒരു ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കുറച്ച് സമയം നമ്മുടെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി തന്നെ മനസ്സിലാവാതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. ഐ ആം ഹിയർ ടു ക്ലിയർ യുവർ ഡൗട്ട്സ്. ഒരു പ്രശ്നങ്ങളും നമ്മുടെ ഏത് സ്റ്റാഫാണെങ്കിലും ശരി കേട്ടോ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല. ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാം. നിങ്ങൾ ഡൗട്ട്സ് ചോദിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്കത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. ഇനിയും തുടർന്ന് നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. നല്ലൊരു സഹകരണത്തോടു കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് സെക്കൻഡ് ക്ലാസ് നമുക്ക് ഇതായിട്ട് തുടങ്ങാം. നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളായിട്ടായിരിക്കും നിങ്ങൾക്കിത് യൂട്യൂബ് വഴി നിങ്ങൾക്ക് ഇട്ട് തരാം നമ്മൾ. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. താങ്ക് യു.